ദേശീയപാതാ നിർമ്മാണത്തിന്റെ കുരുക്കിൽപ്പെട്ട് അക്ഷരാർത്ഥത്തിൽ വഴിമുട്ടിയിരിക്കുകയാണ് വടക്കൻ പറവൂർ മൂത്തകുന്നത്തെ ചില കുടുംബങ്ങൾ. 16 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ചിലരൊക്കെ ഇവിടെ നിന്ന് വീടൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇത് നോക്കൂ, ഇതാണ് മെയിൻ റോഡിൽ നിന്ന് ഇവർക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള ഏക വഴി. ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നിർമ്മിച്ചത്. ഇത് മുഴുവൻ കെട്ടിയടയ്ക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അതിനെ തുടർന്ന് ഇവർ ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഈ ഭാഗം ഇങ്ങനെ ഒഴിവാക്കി ഒരു ചെറിയ വഴി മാത്രം ഇവർക്ക്, ഈ 16 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്, ഇതിനുള്ളിലേക്ക് പോകാനുള്ള ഒരു ചെറിയ വഴി മാത്രമാണ് നിലവിൽ ഇവർക്ക് ഇവിടെയുള്ളത്. വേനലാകുമ്പോൾ വഴിയില്ല എന്ന പ്രശ്നം മാത്രമായിരുന്നു ഇവർക്ക് മുന്നിൽ ഉള്ളതെങ്കിൽ മഴ വന്നപ്പോൾ ഈ വെള്ളം മുഴുവൻ, ഇവിടെ തൊട്ടപ്പുറത്തൊരു തോടുണ്ടായിരുന്നു, ഒരു ഡ്രെയിനേജ് ഉണ്ടായിരുന്നു, കനാൽ ഉണ്ടായിരുന്നു, ഇതൊക്കെ കെട്ടിയടയ്ക്കപ്പെട്ടു. ഇത് ഈ നിർമ്മാണത്തിന്റെ ഭാഗമായി കെട്ടിയടച്ചതാണ്. അതിനുശേഷം ഈ വെള്ളം മുഴുവൻ ഇവരുടെ വീടുകളിലേക്ക് ഒഴുകി ഇവിടെ കെട്ടി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഇവരൊക്കെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തെത്തിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുഞ്ഞുള്ള വീടാണ്. ഇപ്പൊ ഒരു വയ്യായിക വന്നാൽ പോലും നമുക്കൊന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ അതുപോലെ തന്നെ ഈ വെള്ളക്കെട്ട് ഭയങ്കര രൂക്ഷമാണ്. ഞങ്ങൾക്ക് ഒരുപാട് സ്മെല്ലും കാര്യങ്ങളും. ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഞങ്ങൾ പറയുവാണെങ്കിൽ ചന്ദനത്തിരി കത്തിച്ചാണ് നമ്മൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ കുടിവെള്ളത്തിന്റെ പൈപ്പ് പോണത് ഈ കാലിന്റെയും വീടിന്റെ മധ്യത്തിലൂടെയാണ്. ഇടയ്ക്ക് ഞങ്ങൾക്ക് ഷോർട്ടേജ് വരും വെള്ളം. അപ്പൊ ഞങ്ങൾ എല്ലാവരും കിണറൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടിരുന്നു. ഈ ടാങ്ക് വന്നതോടുകൂടി ആ ടാങ്കിലെ വെള്ളവും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഇപ്പൊ അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് നടക്കാനുള്ള അവകാശമില്ല, ജീവിക്കാനുള്ള അവകാശമില്ല. ഇതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇതെന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവകാശം നിഷേധിക്കപ്പെടുന്നു? പൂർണ്ണമായി ഫലം കണ്ടുവന്നല്ല, ഫലം കാണുന്നതിന്റെ സൂചനകൾ വരുന്നു. ഈ വാർത്തയിൽ പ്രതിപക്ഷ നേതാവ് ഇടപെടുന്നു. വിഷയം ദേശീയപാത അധികൃതരോട് സംസാരിച്ചെന്ന് സ്ഥലം MLA കൂടിയായ VD സതീശൻ പറഞ്ഞു. 16 കുടുംബങ്ങളുടെ വഴി അടയില്ലെന്ന് സതീശൻ ഉറപ്പു നൽകി. പാലം പണി പൂർത്തിയായാൽ ഉടൻ തന്നെ ഈ ഒരു റോഡ് പണി പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആ റോഡും പഴയ റോഡും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ പാലം പണി പൂർത്തിയായി, അവരത് പണിത് തരും, അല്ലെങ്കിൽ അവരെ കൊണ്ട് പണിയിപ്പിക്കും, യാതൊരു സംശയമില്ല. പക്ഷെ അതുവരെയുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ വെള്ളം വന്നപ്പോൾ, മഴ പെയ്തപ്പോൾ ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞാണ് വീട്ടിൽ വെള്ളം കയറി അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത. നമ്മളുമായിട്ട് വളരെ അടുത്ത കുടുംബങ്ങളാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുടുംബങ്ങളാണ് അവരെല്ലാം. അവർ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിലാക്കില്ല. അവർക്ക് ആ റോഡിന്റെ